ഇങ്ങനൊന്നും അല്ലല്ലോ അന്ന് ഞാൻ കേട്ടത്. എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂകമർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്? 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവൻ എന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ആക്ച്വലി പറഞ്ഞു ആ ന്യൂ കമർ ഡയറക്ടർ 100-ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംയോജനം. ട്രെയിലർ കണ്ട സാഹചര്യത്തില് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്ന് പോലും തുടങ്ങിയാണ്. പിന്നീട് ഓരോ ദിവസം കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടി നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വലിയ സന്തോഷമുണ്ട്. നമുക്കുണ്ട് ഒരു KGF, നമുക്കുണ്ട് ഒരു ബാഹുബലി എന്നൊരു ഫീലുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 7 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജു ചേച്ചി നേരത്തെ പറഞ്ഞ ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തില് പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ്. അതൊക്കെ ലൂസിഫർ ഇറങ്ങി, അത് ബ്ലോക്ക് ബസ്റ്റർ ആകും, അറിയാം, പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനൊന്നും അല്ലല്ലോ അന്ന് ഞാൻ കേട്ടത്. അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫ്രാഞ്ചൈസിയാണ്. ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂകമർ ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂകമർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്? അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ന്യൂ കമർ ഡയറക്ടർ 100-ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ സംയോജനം. അല്ല, ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇവൻ എന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ എമ്പുരാന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇവിടെ മലയാള സിനിമ മാത്രമല്ല, ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതിർവരമ്പ് വിട്ട് പാൻ ഇന്ത്യനായി പോയിരിക്കാൻ ആരാണ് എമ്പുരാനുള്ള പേര് സജസ്റ്റ് ചെയ്ത് അത് മതിയെന്ന് തീരുമാനമെടുത്തത്? മുരളി ഗോപി.